ഇതാണ് HF ക്രോസ്. രണ്ടാം പ്രസവം, സെക്കൻഡ് ലാക്ടേഷൻ. 6 കൊല്ലമായിട്ടുള്ളൂ. എന്ത് പാല് കിട്ടും? ഇത് കടുതൽ തന്നെ 22 കറന്നാണ്. അപ്പോൾ എന്തായാലും ഒരു 25 നോക്കാം അല്ലേ? 25 നോക്കാം. അതിനനുസരിച്ച് ഭക്ഷണം ഫുഡ് കൊടുക്കുകയാണെങ്കിൽ മര്യാദക്കുള്ള കറവ് കിട്ടും. പശു നല്ല ആരോഗ്യത്തിലുണ്ട്. പ്രസവിക്കാൻ ഒരു 10 ദിവസം സമയം വേണ്ടി വരും. 10 ദിവസത്തിനുള്ളിൽ പ്രസവിക്കുന്ന HF ക്രോസ് പശുവാണ്. 25 ലിറ്റർ പാല് ഇപ്പം പ്രതീക്ഷിക്കുന്നുണ്ട്. അതെ അതെ. അപ്പൊ ഇതൊരു ഫാമിലേക്കൊക്കെ പറ്റിയ പശുവാണ്. എല്ലാ പ്രശ്നം അവർ 1.10 ചോദിക്കുന്നുണ്ട്. 1.10 ചോദിക്കുന്നുണ്ട്. 1.10 ചോദ്യമുണ്ട്. അല്ല എന്തെങ്കിലും ചെറുതായിട്ട് കുറച്ച് കൊടുക്കാൻ നല്ലത് പറ്റ കുറയില്ല. ഓക്കെ. 1.10 വലിയ എമൗണ്ട് ഒന്നും കുറയുമെന്ന് പ്രതീക്ഷിക്കണ്ട. എന്നാലും ഒരു 1.5 നോക്കാം. 1.5 1 ആ ലെവലൊക്കെ പിടിക്കാം. 1.4 ആ ലെവലിലൊക്കെ പിടിക്കാം. നല്ല ക്വാളിറ്റി ഉള്ള, നല്ല ആരോഗ്യമുള്ള, നല്ല മേനിയുള്ള ഒരു പശുവാണ് HF ക്രോസ്, സെക്കൻഡ് ലാക്ടേഷൻ. ഇത് HF കൂടിയ പശുവാ, വൈറ്റ് കൂടുതൽ. പ്രസവിച്ചാൽ 2ാം പേർ. അത്യാവശ്യം നല്ല ഹെവി പശുവാണ്. അത്യാവശ്യം പാൽശേഷിയുള്ളതാണ്. ഇത് നല്ല ബ്രീഡാണ്. HF കൂടിയ പശുവാണ് അല്ലേ? HF കൂടിയ പശു, വൈറ്റ് കൂടുതൽ. പ്രസവിക്കാൻ 10 ദിവസം ഗ്യാപ്പ് ഉണ്ടോ? അഞ്ഞ് മടി ഫുള്ളായിട്ട് വരും. ഫോമാർക്ക് പറ്റിയ പശുക്കളാ. ഇതൊക്കെ എത്ര പാല പ്രതീക്ഷിക്കാം? ഇത് പാലൊക്കെ 25 മേലെ. 25 മുകളിൽ പ്രതീക്ഷിക്കാം. എങ്ങനെയായിരിക്കും ഒരു വിലയൊക്കെ അവർ ചോദിക്കുന്നത്? വിലയൊക്കെ ഒരു 1.25 ചോദിക്കുന്നുണ്ട്. ഒന്നല്ല, നിങ്ങളൊക്കെ ചെറുതായിട്ട് കുറച്ച് കൊടുക്കാം. വലിയ പശുവിന് വലിയ വിലയുണ്ട്, ചെറു പശുവിന് ചെറിയ വില. അത്യാവശ്യം നല്ല പാല് കിട്ടുന്ന 25 ലിറ്ററിന് മുകളിൽ പാല് കിട്ടുന്ന പശുവാണ്. പക്ഷെ നല്ല വെയിറ്റ് ഉള്ള പശുവാണ്. HF ജേഴ്സി ക്രോസ്. അത് HF കുറവ്, ജേഴ്സി കൂടുതൽ. ജേഴ്സി കൂടുതലാണ്. അതാ ബ്ലാക്ക് കൂടുതൽ വരുന്നത്. ഓക്കെ. ഇത് ചെനപ്പശു അല്ലേ? ചെന പ്രസവിക്കാൻ ഒരാഴ്ച ഗ്യാപ്പ്. ഈ മടിയൊക്കെ ഫില്ലാകാണ്ട്. മടി ഫില്ലാവാനുണ്ട്. മടി ഫില്ലായ ഒരാഴ്ച ഗ്യാപ്പ്. കണ്ട് കുഴിഞ്ഞു തുടങ്ങിയത് ഒരാഴ്ചയുള്ള പ്രസവം. HF ക്രോസ്. ഓക്കെ. ഒരു പ്രസവിക്കാൻ ഒരു 15 ദിവസം ഉണ്ടാവും. മടി ഇനി വരാണ്ട്. ഇതൊക്കെ നമുക്ക് എന്ത് പാല് പ്രതീക്ഷിക്കാം? ഇതൊക്കെ 20 മേലെ. 20 മുകളിൽ പാല് അങ്ങോട്ടും വരും. 20 മുകളിൽ കിട്ടുന്ന പശുക്കളാണ് നമുക്ക്. അല്ല, ഇവിടെ കിട്ടുന്നല്ല 20 മേലെ കിട്ടും. എല്ലാം ഹെവി പശുക്കളാണ്. ഫോമുകാർക്കും സ്കീമുകാർക്ക് വേണമെങ്കിൽ അവർക്ക് 60,000 അവിടെ കിട്ടത്തുള്ളൂ. അവർ പൈസ കൂട്ടി എടുക്കുകയാണെങ്കിൽ ആ വിലയിലെ പശു ഇങ്ങനത്തെ പശു. സ്കീമുകാർക്ക് വേണമെങ്കിൽ ഇങ്ങനത്തെ പശുക്കൾ എടുത്ത് കൊടുക്കാം. സ്കീമിനേക്കാൾ കുറച്ചുകൂടെ പൈസ അവർ ചേർന്നു വരും. അതെ. ഓക്കെ. അപ്പൊ കൂടുതലും ഫാമുകാർക്ക് പറ്റിയിട്ടുള്ള പശുവാണ്. ഫാമുകളിലേക്ക് കൊണ്ട് നിർത്താൻ പറ്റിയ അടിപൊളി പശുവാണ്. ജേഴ്സി കൂടുതലാണ്. എല്ലാം 10 ദിവസം 15 ദിവസം ഗ്യാപ്പ്. ഓക്കെ. ഇങ്ങനത്തെ കൊണ്ടുപോകുമ്പോൾ നമ്മുടെ നാട്ടിൽ ടൈലറുടെ പ്രശ്നം വരില്ല. ചെന കൊണ്ടുപോകുമ്പോൾ ടൈലറുടെ പ്രശ്നം വരില്ല. അതാ കൂടുതൽ ചെന എടുക്കുന്നത്. ഈ പെറ്റത് കൊണ്ടുപോയി ക്ലൈമറ്റ് മാറുമ്പോൾ എന്തായാലും ടൈലറെ ചെക്ക് ചെയ്യണം. ടൈലറിൽ പോയിന്റ് ഉണ്ടെങ്കിൽ അത് നമ്മൾ ഇഞ്ചക്ഷൻ എടുക്കണം. ഇഞ്ചക്ഷൻ എടുക്കുമ്പോൾ പാല് ഒരു 10-15 ദിവസം പാല് കുറയും. അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരും. ഏത് പശു കൊണ്ടുപോയാൽ ബ്ലഡ് ടെസ്റ്റ് നല്ല. അപ്പൊ നമ്മള് പശുവിനെ വാങ്ങിച്ചോണ്ട് പോയി കഴിഞ്ഞാൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്യണം. നമ്മൾ പുറത്ത് അസുഖങ്ങൾ അത് നോക്കും. തീറ്റ കൂടി ഉണ്ടോ, വെള്ളം കൂടി ഉണ്ടോ, പശു നടക്കുന്നുണ്ടോ, കാലുവെല്ലാം പ്രശ്നമുണ്ടോ, അതൊക്കെ നോക്കാൻ കഴിയും നമുക്ക്. അല്ലാതെ നമ്മുടെ ഉള്ളിലൊന്നും നോക്കാൻ കഴിയില്ല. അതെ. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. അതൊക്കെ നമ്മൾ അവിടെ വാങ്ങിച്ചുകൊണ്ട് ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നമ്മൾ അറിയണം അതൊക്കെ. അതെ. അപ്പോൾ എന്തായാലും പശുവിനെയൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോകുന്നവർ നാട്ടിൽ കൊണ്ട് പോയിട്ട് ഒരു ഡോക്ടറെ കാണിച്ച് ബ്ലഡ് ടെസ്റ്റ് ചെയ്യും, അതിന് വേണ്ട മരുന്നുകളൊക്കെ കൊടുക്കുകയൊക്കെ ചെയ്യണം. അതെ. ഇതും ജേഴ്സിയാണ്. ജേഴ്സി ചെറിയ HF ഉള്ളൂ. മടികാമ്പൊക്കെ HF, കറുത്ത കാമ്പ്. ഇത് 2 നേരം 18-20 ആ ലെവലിൽ കിട്ടും. 18-20 പ്രതീക്ഷിക്കാം. ഇതൊരു 10 ദിവസം ഗ്യാപ്പ് ഉണ്ട്. പ്രസവിക്കാൻ 10 ദിവസത്തെ ഗ്യാപ്പ്. അതെ. ഇത് ജേഴ്സിയാ, 3ാം പേരാണ്. ജേഴ്സി 3ാം പേര്. ഇത് ഏകദേശം നമുക്കൊരു 18 ദിവസം വരും. മടിയും വരാനുണ്ട്. ഇത് വന്ന് നമുക്ക് റെഡ് സിന്ധിയാണ്. പ്രസവിച്ചാൽ 3ാം പേര്. അത്യാവശ്യം നല്ലൊരു പശുവാണ്. നല്ല പശുവാണ്. ഹെവി നല്ല വെയിറ്റ് ഉള്ള പശു. ഈ മടിസെറ്റൊക്കെ ഫുള്ള് വരാനുള്ള വരാനുണ്ട്. ഫുള്ളായിട്ട് വരാനുണ്ട്. ഇത് ഒന്ന് നല്ല ഇണക്കുള്ള പശുക്കളാണ്. മടി തൊടാനോ പശു. റെഡ് സിന്ധി പൊതുവെ ഷാട്ടിക്കാരാണ്. ഇത് അങ്ങനെ സ്വഭാവ ഗുണമൊന്നും കുഴപ്പമില്ലാത്ത മിണ്ടാതെ നിൽക്കും. ഇത് ജേഴ്സിയിൽ മോഴ. ജേഴ്സിയിൽ മോഴ ചന്ദനപ്പുല്ലാന്ന് പറയും. ഇതൊരു 10 ദിവസം ഗ്യാപ്പ് ഇതുണ്ട്. 10 ദിവസത്തിനുള്ളിൽ പ്രസവിക്കും. ഇത് നമ്മളെ വേറെ പ്രസവിച്ച പൈക്കളുണ്ട്. അതുകൊണ്ട് അത് നോക്കാം. ഇതേപോലെ ഹെവി പൈക്കള് ചിലപ്പോ നമുക്ക് തമിഴ്നാടൊക്കെ ഒന്ന് പോകേണ്ടി വരുന്നുള്ളൂ. വലിയ പശുക്കള്, ചെന പശുക്കളെ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ നോക്കാം. ഇനി പ്രസവിച്ച പശുക്കൾ വേണമെങ്കിൽ അത് നോക്കാം. ചിലപ്പോ തമിഴ്നാടൊന്ന് പോകേണ്ടി വരും.
ഓക്കെ, തമിഴ്നാട്ടിൽ വേണമെങ്കിൽ അവിടെ പോയിട്ട് എടുക്കാൻ പറ്റും. ഇപ്പൊ പശു വാങ്ങണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഒരുപാട് സ്ഥലത്ത് പോകേണ്ടി വരും, നല്ലത് വേണമെന്നുണ്ടെങ്കിൽ. നല്ലത് വേണം. ഈ ചിലപ്പോൾ അർജന്റ് കാണിച്ചിട്ട് പെട്ടെന്ന് മതി പറഞ്ഞാൽ ഉള്ളടത്തിൽ പോയിട്ട് കാര്യമില്ല. നമ്മൾ പൈസ മുടക്കില്ല, അതിൽ വല്ല ഗുണം വേണം. നമ്മളിപ്പോ ഒരു ദിവസം പശുവിനെ വാങ്ങിക്കാൻ ഇറങ്ങിയാൽ ഒരു ദിവസം അതിനായിട്ട് മെനക്കെടണം അല്ലെ, എന്നുള്ള രീതിയിൽ വന്നു കഴിഞ്ഞാൽ ഒരുപാട് സ്ഥലം കാണിച്ച് നമ്മളെ കയറാൻ ഒരുപാട് സ്ഥലങ്ങൾ അവിടെ കണ്ട് നമുക്ക് ഏതാണ് ഇഷ്ടപ്പെട്ട് ലാസ്റ്റ് കൊണ്ട് നമുക്ക് സെലക്ഷൻ ചെയ്യാം. ഒരു 10 പശുവൊക്കെ വേണമെന്നുള്ളവർക്ക് നമുക്കൊരു 100 പശുക്കളെ കാണാം, അതിലൊരു 10 സെലക്ഷൻ ചെയ്യാം നമുക്ക്. ഓക്കെ ഓക്കെ. അതിനിപ്പോ അവിടുന്ന് നമ്മള് പാലക്കാട് മുതൽ കൃഷ്ണഗിരി വരെ പോകാൻ തയ്യാറാ. എവിടെ പോയിട്ടാണെങ്കിലും നമ്മൾ എവിടെ പോയിട്ടാണെങ്കിൽ നല്ലത് വേണമെങ്കിൽ നല്ലത് നമ്മൾ എടുത്തു കൊടുക്കും.